വയനാട് പുനരധിവാസം പെട്ടെന്നാക്കണമെന്ന് പറഞ്ഞ് അവിടെ സമരം നടക്കുന്നത് നമുക്കറിയാം. കളക്ട്രേറ്റ് വളയൽ പോലെയുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുകയാണ്. ടി സിദ്ദീഖ് എംഎൽഎയുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ കുറച്ച് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ഇന്ന് വയനാട് കളക്ട്രേറ്റ് വളയുകയാണ്. അതിന്റെ ഭാഗമായി ചെറിയ സംഘർഷാവസ്ഥ സ്ഥലത്ത് നിലനിൽക്കുന്നു. അഖില CP വിവരങ്ങളുമായി ചേരുന്നു. അഖില, സ്ഥലത്ത് എന്താണ് അവസ്ഥ? അതായത് കോൺഗ്രസ് പ്രവർത്തകർ UDF പ്രവർത്തകർ കളക്ടറേറ്റിനുള്ളിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ രാപ്പകൽ സമരം തുടങ്ങിയിരുന്നു. ഇന്ന് 10 മണിക്ക് ഉദ്യോഗസ്ഥർ, അതായത് കളക്ടറേറ്റിലേക്ക് ഒരു ഉദ്യോഗസ്ഥരെയും കയറ്റി വിടില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു UDF പ്രവർത്തകർ. അതിനോടനുബന്ധിച്ചാണ് ഇപ്പൊ UDF പ്രവർത്തകർ കളക്ടറേറ്റിനുള്ളിലേക്ക് കയറി ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത്. പോലീസ് ഈ പറയുന്നത് പോലെ കളക്ടറേറ്റിനുള്ളിലേക്ക് കയറിയ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ രാപ്പകൽ സമരം തുടങ്ങിയിരുന്നു. അതായത് ഈ ദുരിതബാധിതരെ, ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് UDF ഇപ്പോൾ സമരം നടത്തുന്നത്. അതായത് ജനങ്ങളെ, ഈ ദുരിതബാധിതരെ ജനങ്ങളെ ഈ സർക്കാർ ഇരുട്ടിൽ നിർത്തുകയാണ് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് UDF ഇപ്പോൾ സമരം നടത്തുന്നത്. സഹായിക്കുന്നതെന്ന് കടുക്കുന്ന അവസ്ഥയിലേക്കാണ് ടി സിദ്ദീഖ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ടി സിദ്ദീഖ് MLA അടക്കമുള്ള UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വയനാട് കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി കളക്ട്രേറ്റ് വളയുക എന്ന ലക്ഷ്യമാണ് ഇന്നുള്ളത്. 10 മണിക്ക് കളക്ട്രേറ്റ് വളയൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായി പ്രവർത്തകർ കളക്ട്രേറ്റിലേക്ക് കയറാനുള്ള ശ്രമം പോലീസ് തടയുകയാണ്. സ്ഥലത്ത് മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ തുടരുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അഖില CP ആണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അഖില, പ്രവർത്തകർ കളക്ട്രേറ്റിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണോ ഇപ്പോഴും തുടരുന്നത്? അതായത് കോൺഗ്രസ് ഇതിൽ കടുത്ത നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ മുതൽ തന്നെ ഒരു ഉദ്യോഗസ്ഥരെയും, അതായത് കളക്ടറേറ്റിനുള്ളിലേക്ക് ഒരു ഉദ്യോഗസ്ഥരെയും കയറ്റി വിടില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിലാണ് UDF പ്രവർത്തകർ. 2 ഗേറ്റിലാണ്. അപ്പൊ പ്രധാനമായും 2 ഗേറ്റാണ് കളക്ടറേറ്റിനുള്ളിലുള്ളത്. ആദ്യത്തെ ഗേറ്റിലെ UDF ടി സിദ്ദീഖ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അതിനിടയിലാണ് കളക്ടറേറ്റിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ തടയുന്നതിനിടയിൽ UDF പ്രവർത്തകർ കളക്ടറേറ്റിനകത്ത് ഒരു നാട്ടിലെ സമരമാണ്. ഇത് ജീവിക്കാൻ ഈ രീതിയിൽ ഇവിടെ പോലീസ് പുറത്തിറക്കി വിടണം. അവർ വളരെ സമാധാനത്തോടുകൂടി ഞങ്ങൾ നടത്തിയ സമരത്തെ പൊളിക്കാൻ വന്ന ഈ ആളുകളെ ഇവർ പുറത്തിറക്കി വിടണം ആവശ്യം. തീർച്ചയായും വലിയ തരത്തിലുള്ള ഇവിടെ ഞങ്ങൾ നോക്കി നിൽക്കാൻ പോലീസിന്റെ സംരക്ഷണത്തോട് കൂടിയിട്ട് ഇവിടേക്ക് ആളുകൾ കയറുന്ന സാഹചര്യം നിലവിലുണ്ടായി. ആ സാഹചര്യം ഇവിടെ അഖില, പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ കളക്ടറേറ്റിനുള്ളിലേക്ക് കടത്തി വിടാതിരിക്കാനുള്ള ശ്രമങ്ങളിലാണെന്ന് മനസ്സിലാക്കുന്നു. അഖില, സ്ഥലത്ത് എന്താണ് അവസ്ഥ? ഈ ഉദ്യോഗസ്ഥരെ ഉള്ളിലേക്ക് കയറ്റി വിടാതിരിക്കാനുള്ള ശ്രമമാണോ അതോ പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്? അതായത് മോത്തി, കളക്ടറേറ്റിനുള്ളിലേക്ക് ഉദ്യോഗസ്ഥരെ കടത്തിവിടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് UDF പ്രവർത്തകർ. അതിനിടയിൽ ഈ പറയുന്നത് പോലെ സമരക്കാരെ മറികടന്ന് 2ഓ 3ഓ ഉദ്യോഗസ്ഥർ കളക്ടറേറ്റിനുള്ളിലേക്ക് കയറി എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ UDF പ്രവർത്തകർ
പ്രതിഷേധം നടത്തുന്നത്. UDF പ്രവർത്തകർ അവരെ, അതായത് കളക്ട്രേറ്റിനുള്ളിലേക്ക് കളക്ട്രേറ്റിനുള്ളിൽ കയറിയ ഉദ്യോഗസ്ഥരെ പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ അവരും, അതായത് പ്രവർത്തകരും കളക്ട്രേറ്റിനുള്ളിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പറഞ്ഞതുപോലെ ഗേറ്റ് തുറന്ന് ഗേറ്റിനുള്ളിൽ കളക്ട്രേറ്റിനകത്ത് പല വാതിലുകളും തുറന്നിട്ടാണ് UDF പ്രവർത്തകർ ഇപ്പോൾ കളക്ട്രേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പല കവാടങ്ങൾ, ഇപ്പോൾ പ്രധാനമായും കളക്ട്രേറ്റിന് 2 കവാടങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ കവാടത്തിൽ ഇപ്പോൾ ഈ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ദുരിതബാധിതരും ആ പ്രദേശത്തുണ്ട്. രണ്ടാമത്തെ ഗേറ്റിനുള്ളിൽ കൂടെ കടക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ UDF പ്രവർത്തകർ പ്രതിഷേധവുമായി കളക്ട്രേറ്റിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത്. കളക്ട്രേറ്റിൽ UDF പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. അവർ കളക്ട്രേറ്റ് വളയിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് 10 മണിക്ക് രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ദുരന്തബാധിതർക്കുള്ള പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ ആരെയും ഉള്ളിലേക്ക് കടത്തിവിടില്ല എന്നായിരുന്നു പ്രവർത്തകരുടെ തീരുമാനം. അതേ തുടർന്ന് പ്രവർത്തകരെ മറികടന്നുകൊണ്ട് കുറച്ച് ഉദ്യോഗസ്ഥർ ഉള്ളിലേക്ക് കടന്ന് ജോലിക്ക് പ്രവേശിച്ചതിന്റെ ഒരു പ്രതിഷേധമാണ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടത്. 2 ഗേറ്റുകളാണുള്ളത്. 2 ഗേറ്റുകളിലും പ്രതിഷേധ പ്രകടനമായി UDF പ്രവർത്തകർ നീങ്ങുകയാണ്. പോലീസ് ഇടപെട്ട് ഇവരെ തടയാനുള്ള ശ്രമങ്ങളും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. നേരിയ തോതിൽ സംഘർഷവും സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. അഖില, ജോലിക്കായി എത്തിയ ഉദ്യോഗസ്ഥർ ഈ സമരത്തെ തുടർന്ന് പുറത്തു നിൽക്കുന്ന അവസ്ഥയാണോ ഇപ്പോൾ നിലവിലുള്ളത്? പല ഉദ്യോഗസ്ഥരും പുറത്താണ്. അതായത് ഏകദേശം 8 മണിയോടുകൂടി പല ഉദ്യോഗസ്ഥരും വന്നിരുന്നു. അതായത് പ്രധാന ഉദ്യോഗസ്ഥരല്ലാതെ കളക്ടറേറ്റിലെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം എത്തി തുടങ്ങിയിരുന്നു ഒരു 8 മണിയോടുകൂടി. പക്ഷെ അവരെ പോലും കളക്ടറേറ്റിനുള്ളിലേക്ക് കയറ്റി വിടാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം പ്രധാനപ്പെട്ട 2 കവാടങ്ങളിലും UDF ഇന്നലെ മുതൽ തന്നെ രാപ്പകൽ സമരം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെയും, ഒരു ഉദ്യോഗസ്ഥരെയും കളക്ടറേറ്റിനുള്ളിലേക്ക് കടത്തി വിടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് UDF പ്രവർത്തകർ. അതായത് പ്രധാനമായും ഈ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കണമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. അതായത് സംഭവം നടന്ന ദുരന്തത്തിനായി 7 മാസം പിന്നിട്ടു. പക്ഷെ ഇതുവരെ ഈ ദുരിതബാധിതരുടെ ആരെല്ലാമാണ് ഇതിന്റെ ഈ പറയുന്നത് പോലെ എത്ര പേരെ ദുരിതം ബാധിച്ചിട്ടുണ്ട്, എത്ര പേർക്കാണ് വീട് നൽകേണ്ടത് എന്ന കണക്കുകളൊന്നും ഇതുവരെ സർക്കാരിന് പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല. ആ ഒരു അതിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിനിടയിലാണ് ഇപ്പോൾ ഇവിടെ പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദുരിതബാധിതരെ സർക്കാർ ഇരുട്ടിൽ നിർത്തുകയാണ് എന്നതാണ് UDF ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എല്ലാം നഷ്ടപ്പെട്ട വീടും ഉച്ചവരെയും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് UDF ഇവിടെ സമരം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെയാണ്, അതായത് ഇപ്പോൾ 2 കവാടങ്ങളിലായി ഈ മുതിർന്ന നേതാക്കൾ, T സിദ്ദിഖ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. അപ്പോൾ ഇനിയും സമരം ഒരാളെയും കടത്തിവിടില്ല, കളക്ടറേറ്റിനുള്ളിലേക്ക് ഒരാളെയും കടത്തിവിടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് UDF പ്രവർത്തകർ. ഇപ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിൽ ഈ പറയുന്നത് പോലെ ചർച്ച തുടരുകയാണ്. ആരെയും കയറ്റി വിടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നോക്കി. ഉദ്യോഗസ്ഥരെ ഉള്ളിലേക്ക് കടത്തിവിടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. അതിന്റെ ഭാഗമായി 2 ഗേറ്റുകളിലായി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി സംഘടിച്ചിട്ടുണ്ട്. പോലീസ് ഇവരെ ഉള്ളിലേക്ക് കടത്താതിരിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്, തടയുന്നുണ്ട്. അതിന്റെ പേരിൽ നേരിയ സംഘർഷവും നേരത്തെ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് വയനാട്ടിലെ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് രാപ്പകൽ സമരം നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ കളക്ട്രേറ്റ് വളയൽ പ്രഖ്യാപിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി പ്രവർത്തകർ 2 ഗേറ്റുകളിലും ഒത്തുചേർന്ന് സംഘടിച്ച് മുദ്രാവാക്യം വിളികളുമായി സ്ഥലത്ത് തുടരുകയാണ് ചെയ്യുന്നത്. കരയുന്നു